എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് പൂജകളാണ് വീട്ടിലൊക്കെ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് പൂജ കഴിച്ചാലാണ് നമുക്ക് സർവ്വ ഐശ്വര്യവും വരിക എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വർഷത്തേക്ക് വേണ്ടിയിട്ട്, അല്ലെ വീട്ടിലെ ഇനി ഐശ്വര്യം വന്നു ചേരാൻ വേണ്ടിയിട്ട്, അല്ലെ സർവ്വദോഷവും മാറാൻ വേണ്ടിയിട്ട്, സർവ്വ വിഘ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഗണപതി ഹോമവും ദേവീപ്രീതിയും, അതായത് ഭഗവത് സേവയൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കർക്കിടക മാസത്തിൽ, അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗൃഹത്തിൽ വെച്ചിട്ട് ഗണപതി ഹോമവും ഭഗവത് സേവയും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിന് ഏറ്റവും നല്ല സമയവുമാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ വീട്ടിൽ രാവിലെ ഗണപതി ഹോമവും വൈകുന്നേരം ഭഗവത് സേവയും കഴിക്കാം. അതല്ലെങ്കിൽ രാവിലെ ഗണപതി ഹോമവും ത്രികാല പൂജയായിട്ട് ഭഗവത് സേവ കഴിക്കുന്നുണ്ടെങ്കിൽ രാവിലെ 2 പൂജ കഴിച്ചിട്ട് വൈകുന്നേരം ഒരു പൂജയും കൂടെ ആയിട്ട് 3 പൂജയായിട്ട് ത്രികാല പൂജയായിട്ട് ഭഗവത് സേവയും കഴിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ്. അപ്പോൾ കർക്കിടക മാസം, രാമായണ മാസം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഗണപതി ഹോമവും ഭഗവത് സേവയും കഴിക്കുന്നത് എല്ലാ കാര്യത്തിനും, എല്ലാ വിഘ്നങ്ങളും മാറിയിട്ട് ശുഭകാര്യങ്ങൾ വന്നു ചേരാൻ, സർവ്വ ഐശ്വര്യത്തിനും എല്ലാം തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമവും ഭഗവത് സേവയാണ് കഴിക്കേണ്ടത്. അത് സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെയും ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ.